ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പരിഷത്ത് സുഹൃത്തുക്കൾക്കും അഭിവാദനങ്ങൾ. ഈ സമ്മേളനം നടക്കുന്ന കാലഘട്ടം ഒരുപാട് പ്രത്യേകതകളുള്ള കാലഘട്ടമാണ്. ഫാസിസ്റ്റ് സമീപനങ്ങളും രൂക്ഷമായ കമ്പോള സമീപനങ്ങളും മാനവികതയെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക പരിസരത്ത് നിന്നാണ് ഇന്നത്തെ ചിന്തകൾ ഉണരുന്നത്. അതുകൊണ്ട് തന്നെ അപകടകരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി, സാമൂഹിക പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടുവേണം പരിശുദ്ധത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് ഉള്ളത്. കമ്പോള സംസ്കാരം തീർത്ത അമാനവികതയും ഐക്യനികതയും ഒരു പരിധി വിട്ട് അധീശത്വം പുലർത്തുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ അപകടം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം കാണുന്നു. ഐക്യനികത, അധീശത്വം പുലർത്താൻ ശ്രമിക്കുമ്പോൾ അരാഷ്ട്രീയത അതിനൊപ്പം ചേർന്ന് അധീശത്വം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നാം നേരിടുന്ന പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധിയെ മറികടക്കാൻ ജ്ഞാനത്തെ, അറിവിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് സമൂഹത്തെ പഠിപ്പിക്കാനാണ് പരിഷത്ത് ശ്രമിക്കേണ്ടത്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആ ശ്രമം നടക്കണം. കാരണം എല്ലാ നൈതിക ഭാവങ്ങളെയും, നേരത്തെ പറഞ്ഞ അയുക്തികതയും രാഷ്ട്രീയതയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്, തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ മേഖലയിലും ഇടപെടാൻ നമുക്ക് കഴിയണം. അത് എല്ലാം പറയാൻ ഇപ്പോൾ സമയമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം സൂചിപ്പിക്കാനാണ് ഈ പശ്ചാത്തലത്തിൽ ശ്രമിക്കുന്നത്. ഇപ്പോ ഈ സമ്മേളനം നടക്കുന്ന കാലയളവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമുള്ള കാലയളവാണ്. പശ്ചാത്തലം അതാണ്. പഞ്ചായത്തുകൾ പദ്ധതികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങണേയുള്ളൂ. 5 വർഷത്തെ ദീർഘവീക്ഷണമുള്ള ഒരുപാട് ഇടപെടലുകൾക്ക് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. വളരെ കൃത്യമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പണ്ട് ചെയ്തതുപോലെ തന്നെ അതിനേക്കാൾ ശക്തമായി ആ രംഗത്ത് ഇടപെടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജനകീയാസൂത്രണം സമൂഹത്തിൽ എത്തിക്കാൻ ഏറ്റവും അധികം ശ്രമിച്ച പ്രസ്ഥാനം പരിഷത്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും, എല്ലാ മലയാളിക്കും അത് അറിയാം. ആർക്കും അതിൽ എതിരില്ല. ഇന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു പശ്ചാത്തലത്തിൽ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. കാരണം എല്ലാം കേന്ദ്രീകരിക്കപ്പെടുക, അത് ഫാസിസ്റ്റ് രീതി ആണ്. അധികാര വികേന്ദ്രീകരണം എന്നത് ഫാസിസത്തിന്റെ അജണ്ടയിലേ ഇല്ല എന്ന് നമുക്കറിയാം. അധികാര കേന്ദ്രീകരണമാണ് എല്ലാം. അതുകൊണ്ട് അധികാര വികേന്ദ്രീകരണത്തെ ശക്തമാക്കിക്കൊണ്ടേ ഫാസിസത്തെ ചെറുക്കാൻ കഴിയും. അധികാര വികേന്ദ്രീകരണം മൂർത്തമാകണം, അത് സമഗ്രമാകണം, അത് വൻ വിജയമാകണം. അതുകൊണ്ട് അതിൻ്റെ വിവിധ മേഖലകളിൽ ഇടപെടണം. അത് ഫാസിസ്റ്റ് വിരുദ്ധ ഇടപെടൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് കമ്പോളം. കമ്പോളത്തിന്റെ ആധിക്യം വർദ്ധിച്ച് അതിന്റെ രൂക്ഷത വർദ്ധിച്ച് വരികയാണ്. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് എഴുതിയ പുസ്തകം തന്നെ ദ ഗ്രേറ്റ് ഡിവൈഡ് എന്നുള്ളതാണ്. ലോകം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പണക്കാരനും പാവപ്പെട്ടവനും. ഓരോ പരിഷത്തുകാരനും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ലോകത്തിന്റെ ഇന്നത്തെ പ്രശ്നം എന്താ? ഏറ്റവും പ്രധാന ഉത്തരം ഇതാണ്: അസമത്വം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റിഗ്ലിറ്റ്സ് ആണ് അത് എഴുതിയത്. ന്യൂലിബറൽ പോളിസിയുടെ വക്താവും പ്രയോക്താവുമായ സ്റ്റിഗ്ലിറ്റ്സ് ആണ് എഴുതിയത്. അതിനുമുമ്പ് അദ്ദേഹം അതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്.
എങ്കിൽ ഈ പുസ്തകത്തിന് വലിയ പ്രസക്തിയുണ്ട്. ന്യൂലിബറൽ പോളിസി സമൂഹത്തിൽ സൃഷ്ടിച്ചത് അസമത്വമാണ് എന്ന് സ്റ്റിഗ്ലിറ്റ്സ് രേഖപ്പെടുത്തും. സ്റ്റിഗ്ലിറ്റ്സ് അവസാനം 2014 പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേര് ദ റോഡ് ടു ഫ്രീഡം എന്നാണ്. ആ പുസ്തകത്തിൽ സ്റ്റിഗ്ലിറ്റ്സ് പറഞ്ഞത് ന്യൂലിബറൽ പോളിസി തകർന്നു എന്നാണ്. കെയ്ൻസിന്റെ സിദ്ധാന്തങ്ങൾ തകർന്ന ഒരു കാലഘട്ടത്തിൽ ഫ്രീഡ്മാൻ ഒക്കെ പറഞ്ഞതുപോലെ അന്നത്തെ ആഗോള സമ്പദ് വ്യവസ്ഥ തകർന്നു എന്ന് അന്ന് പറഞ്ഞതുപോലെ ന്യൂലിബറൽ പോളിസി തകർന്നു എന്ന് സ്റ്റിഗ്ലിറ്റ്സ് തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പോ ഇടതുപക്ഷ സമീപനം അല്ല, വലതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ തന്നെ അത് സ്ഥാപിക്കുക. അപ്പൊ അതുകൊണ്ട് കമ്പോളം വലിയ പരാജയത്തിന്റെ വക്കത്താണ് നിൽക്കുന്നത്. കേവല കമ്പോളമല്ല, ന്യൂലിബറൽ പോളിസിയുടെ ഊഹക്കച്ചവട കമ്പോളം അത് പരാജയമായി മാറിയിരിക്കുകയാണ്. എങ്കിലും അതാണ് ഇപ്പൊ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. നിയന്ത്രണം ഇപ്പോഴും അതിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അസമത്വം വർദ്ധിച്ച് മനുഷ്യരാശിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ തോമസ് പിക്കറ്റി ഒരു പുസ്തകം എഴുതി. പിക്കറ്റിയാണ് ദാരിദ്ര്യത്തെ കുറിച്ച് ഏറ്റവും അധികം പഠിച്ചിട്ടുള്ള ഒരാൾ. ഇവരെല്ലാം വലതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്. തോമസ് പിക്കറ്റി എഴുതി അസമത്വം വർദ്ധിക്കുന്നു, അതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തകർന്നു പോകുന്നു, മാനവികത ഇല്ലാതാകുന്നു, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു, കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി എന്റെ തലക്കെട്ട് കൊടുത്തു, ടൈം ഫോർ സോഷ്യലിസം എന്ന്. വർഗ സമരത്തെ കുറിച്ച് മനസ്സിലായിട്ട് എഴുതിയതല്ല, ഞാൻ വായിച്ചിടത്തോളം. അതിന്റെ സങ്കല്പനങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തലക്കെട്ട് പറഞ്ഞതും അല്ല. അസമത്വം വർദ്ധിച്ച് വരുമ്പോൾ സമത്വത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ പിക്കറ്റി. ആ തലക്കെട്ട് ഗൂഗിളിൽ നോക്കണ ഈ പുസ്തകങ്ങളൊക്കെ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യാൻ ടൈം ഫോർ സോഷ്യലിസം എന്ന്. വാസ്തവത്തിൽ ഒരു മാറ്റത്തിന്റെ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. അങ്ങനെ രേഖപ്പെടുത്തി കണ്ടില്ല എങ്കിലും വ്യക്തിപരമായി ഞാൻ അങ്ങനെ തിരിച്ചറിയും. ഇങ്ങനെ വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ ലോക കമ്പോളം നിൽക്കുമ്പോൾ, ഗ്ലോബൽ ഇക്കോണമി നിൽക്കുമ്പോൾ, ഒരു പുതിയ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് സാമ്രാജ്യത്വം സ്വപ്നം കാണാൻ. ആ സമ്പദ് വ്യവസ്ഥയുടെ പേരാണ് നോളജ് ഇക്കോണമി, ജ്ഞാന സമ്പദ് വ്യവസ്ഥ. ഏറ്റവും പ്രധാനപ്പെട്ട ചൂഷണ ഉപകരണം അറിവായിട്ട് മാറുന്ന സമ്പദ് വ്യവസ്ഥ. ഏറ്റവും പ്രധാന ഉൽപാദന ഉപകരണം അറിവായിട്ട് മാറുന്ന സമ്പദ് വ്യവസ്ഥ. നോളജ് ഇൻഡസ്ട്രിക്ക് കൂടുതൽ സാധ്യതയുണ്ടാകാൻ പോകുന്ന സമ്പദ് വ്യവസ്ഥ. അങ്ങനെ ആഗോള ആധിപത്യം നോളജ് ക്യാപിറ്റലിലൂടെ നേടിയെടുക്കാം എന്ന് പോലും ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് സാമ്രാജ്യത്വം സ്വപ്നം കാണും. പറഞ്ഞതിന്റെ ചുരുക്കം, നിലവിലുള്ള ന്യൂലിബറൽ ഘട്ടത്തിൽ നിന്നും നമ്മൾ മാറുകയാണ്. ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലാണ് ഇന്ന് ലോകം. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഇന്ത്യക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഓരോന്നോരോന്നായി അനുഭവിച്ചും കണ്ടും വരികയാണ്. ആ സമയം ഇന്ത്യയിൽ ഇതെല്ലാം ഇന്ത്യയിലും പ്രതിഫലിക്കുന്നു. പ്ലസ് ഇന്ത്യയിൽ ഫാസിസ്റ്റ് ചിന്തകൾ വളർന്നു വരും. അപ്പൊ ന്യൂലിബറൽ പോളിസിയുടെ അപകടകരമായ എല്ലാ അവസ്ഥകളും ഫാസിസത്തോട് ചേരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രശ്നം. ഇത് രണ്ടും ചേർന്നാണ് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉദ്ഭവിക്കുന്നത്. ഫാസിസവും ന്യൂലിബറൽ പോളിസിയുടെ ആസുരമായ അവസ്ഥകളും. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാര വികേന്ദ്രീകരണത്തിന് വലിയ പ്രസക്തി ഉണ്ടാവുകയാണ്. ആ വരാൻ പോകുന്ന നോളജ് ഇക്കോണമിയും അധികാരം മാത്രമല്ല, എല്ലാം കേന്ദ്രീകരിക്കപ്പെടും എന്ന് നമുക്ക് ഉറപ്പാണ്. അറിവിനെ പൂർണ്ണമായിട്ടും കുത്തകയാക്കി അതുപയോഗിച്ച് ചൂഷണം ചെയ്യാൻ പോകുന്ന ഒരു കാലം. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വികേന്ദ്രീകൃതമായ ഒരു വികസന സംസ്കാരം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.
ആ അവസരത്തിലാണ് വികസനം എന്ന വാക്ക് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പൊ നമ്മുടെ എല്ലാം മനസ്സിൽ എന്താണിത് എന്ന് പരിശുദ്ധാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഇപ്പോൾ കുറെ കൂടി മൂർത്തമായി കടന്നു വരണം. മുതലാളിത്തം നമ്മളെ പഠിപ്പിച്ചത് പോരാ, ഫിനാൻസ് ക്യാപിറ്റൽ നമ്മളെ പഠിപ്പിച്ചത് വികസനം എന്നാൽ പണത്തിന്റെ ഉൽപാദനമാണ് എന്നാണ്. വികസനത്തെ അളക്കാനുള്ള അളവുകോലുകൾ തന്നെ മുതലാളിത്തം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. GDP ഗ്രോത്ത് റേറ്റ്, സമ്പത്ത് ഉണ്ടാക്കിയാൽ വികസനമായി എന്ന് ലോകം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മാനവികതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? അത് വികസനത്തിന്റെ അളവുകോലിൽ പ്രതിഫലിക്കപ്പെടുന്നില്ല. പരിസ്ഥിതിക്ക് എന്ത് സംഭവിക്കുന്നു? വികസനം അളക്കുന്ന അളവുകോലിൽ അത് വിഷയം തന്നെ ഇല്ല. ബാക്കി മാനവിക മൂല്യങ്ങൾക്ക്, പ്രകൃതി മൂല്യങ്ങൾക്ക്, ചരിത്ര മൂല്യങ്ങൾക്ക്, സാംസ്കാരിക മൂല്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വികസന ചർച്ചയിൽ സ്ഥാനമില്ല. എല്ലാം പണത്തിന് ഉൽപാദനമായിട്ട് മാറും. അത് ഫിനാൻസ് ക്യാപിറ്റൽ ഉൽപാദനമായിട്ട് മാറും. അങ്ങനെ GDP ഗ്രോത്ത് റേറ്റ് വെച്ച് എല്ലാ വികസനത്തെയും അളക്കും. ഫാസിസത്തിന് സന്തോഷമാണ്. ഫാസിസത്തിന് സന്തോഷമാണ്. മാനവികതയെ കുറിച്ച് ചർച്ചയില്ലാത്തൊരു വികസനം, മനുഷ്യ മൂല്യങ്ങളെ കുറിച്ച് ചർച്ചയില്ലാത്തൊരു വികസനം, പാരിസ്ഥിതിക സന്തുലനത്തെ കുറിച്ച് ചർച്ചയില്ലാത്തൊരു വികസനം, പണം കൊണ്ട് മാത്രം അളക്കുന്ന വികസനം, ഫാസിസത്തിന്റെ ഇഷ്ടമുള്ള വികസന സങ്കല്പങ്ങളാണ് അതെല്ലാം. ഇത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ദിവസവും പറയുന്നത് ഇന്ത്യ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി വളരുന്നു. GDP ഗ്രോത്ത് റേറ്റിൽ ഇന്ത്യ വളരുന്നു, 4ാമത്തെ സമ്പദ് വ്യവസ്ഥയാകുന്നു. അമേരിക്കയും ചൈനയും ജർമ്മനിയും ജപ്പാനും കഴിഞ്ഞാൽ ആഗോള GDP മൊത്തം നോക്കുമ്പോൾ ഇന്ത്യയാണ് 5ാമത്തെ. ആ രാജ്യത്തിന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയിലെ സമ്പത്ത് GDP ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയേക്കാൾ GDPയേക്കാൾ അല്പം മുകളിൽ കയറി. അങ്ങനെ നമ്മൾ 4ാമത്തെയായി മാറും. ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ 3ാമത്തേതായിട്ട് മാറും. അങ്ങനെ ഇന്ത്യ വളരുന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക, തെറ്റിദ്ധരിപ്പിക്കുക, അതാണ് ശരി. സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. രാജ്യം സമ്പത്തിലൂടെ ഇങ്ങനെ വളർന്ന് ജപ്പാനേക്കാൾ കൂടുതൽ GDP ഉള്ള രാജ്യമായിട്ട് മാറും. ജപ്പാനിലുള്ള ജനങ്ങളുടെ എത്രയോ മടങ്ങ് ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. 146 കോടി ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് 12 കോടി ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്തിനേക്കാൾ അല്പം കൂടുതലാണ് എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഈ ഒരു ആശയം, GDP ജപ്പാനേക്കാൾ കൂടുതലായി എന്ന ആശയം കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഫാസിസ്റ്റ് പ്രവണതകളും രാജ്യത്തിന് ഗുണകരമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യ വളരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ഇന്ത്യ വളരുന്നു, അഭിമാനിക്കാവുന്ന രീതിയിൽ ഇന്ത്യ വളരുന്നു എന്ന് നിരന്തരമായി പറയുമ്പോൾ ഒരു കണക്കിന്റെ പിൻബലത്തിൽ നമുക്ക് തോന്നുന്നു ഇന്ത്യയിൽ മാനവികതയും വളരുന്നു, പാരിസ്ഥിതിക മറ്റെന്താണ് പ്രശ്നങ്ങൾ കുറയുന്നു, ഭക്ഷണോൽപാദനം കൂടുന്നു, ദാരിദ്ര്യം കുറയുന്നു. സ്വാഭാവികമല്ലേ? വികസിത രാഷ്ട്രമായി ഇന്ത്യ മാറുന്നു. അവിടെ വികസനം എന്ന ആശയം ചർച്ച ചെയ്യപ്പെടുന്ന ആഴത്തിൽ അതിന് പുതിയൊരു നിർവചനം കൊടുക്കണം, പുതിയൊരു സമീപനം ഉണ്ടാക്കിയെടുക്കണം, പുതിയ അളവുകോൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഗ്ലോബൽ അളവുകോലായിട്ട് നാളെ മാറണം. പരിഷത്ത് ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ചുമതലയായിട്ട് ഞാൻ കാണുന്നു. പരിഷത്തിന് അത് കഴിയും. സുസ്ഥിര വികസനം എന്ന് ആദ്യം പറഞ്ഞതെന്നല്ലെങ്കിലും പ്രധാനമായിട്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് പരിഷത്താണ്. 2010 അതിനുശേഷം ആഗോളതലത്തിൽ ഐക്യരാഷ്ട്ര സംഘടന സുസ്ഥിര വികസനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറഞ്ഞ സുസ്ഥിര വികസനമാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഗ്ലോബൽ ഇക്കോണമി മുന്നോട്ട് വെച്ച സുസ്ഥിര വികസനം
മുതലാളിത്ത വികസനത്തിന്റെ സുസ്ഥിരതയാണ് ഉദ്ദേശിച്ചത്, സുസ്ഥിര വികസനമല്ല. രണ്ടും രണ്ടാ. മുതലാളിത്ത വികസനത്തിന്റെ സുസ്ഥിരത, അതിനുവേണ്ടിയാണ് സുസ്ഥിര വികസനം എന്ന ആശയം തന്നെ ഇന്ന് ആഗോളതലത്തിൽ. അതിന്റെ എല്ലാ പാരാമീറ്റേഴ്സും പഠിച്ചാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന്. ഞാൻ പതിനൊന്നും പോകുന്നില്ല, ഒരു പഠന ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. അതോ 36 പാരാമീറ്റേഴ്സ് ഉണ്ട്, അതെല്ലാം വായിച്ചു നോക്കിക്കോളൂ. മുതലാളിത്ത വികസനത്തിന്റെ സുസ്ഥിരതയാണ് അതിലൂടെ ലക്ഷ്യം വരുന്നത്. ദാരിദ്ര്യം നിർമ്മാണം ചെയ്യാൻ സമ്പത്തിന്റെ വിതരണം നമ്മുടെ വിഷയേ പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവമില്ല. സമ്പത്തിന്റെ നീതിപൂർവകമായ വിതരണം എന്ന ആശയം തന്നെ ഇല്ലാതെ എന്ത് സുസ്ഥിര വികസനം? അതുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം എന്ന ഗ്ലോബലി മുന്നോട്ട് വെച്ചിട്ടുള്ള മുതലാളിത്തം മുന്നോട്ട് വെച്ച ആശയം തുറന്നു കാട്ടപ്പെടണം. അത് മുതലാളിത്ത വികസനത്തിന്റെ സുസ്ഥിരതയാണ് ഉദ്ദേശിച്ചത്. പരിഷത്ത് മുന്നോട്ട് വെച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം അല്ല. അങ്ങനെ നാം ഇതിനെ എക്സ്പോസ് ചെയ്തിട്ട് എന്താണ് യഥാർത്ഥ വികസനം എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും. ഇന്ത്യയിൽ ഇങ്ങനെ GDP വളർന്നു, ജപ്പാനേക്കാൾ കൂടുതലായി എന്നുള്ളതുകൊണ്ട് ഇന്ത്യ വളർന്നു. അത് മാത്രം കേട്ടവർക്ക് ഇന്ത്യ വളർന്നു എന്ന് തോന്നുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യയെ യഥാർത്ഥ ദിശയിൽ നയിക്കുന്നു. സ്വാഭാവികമല്ലേ അതിന്റെ ഉത്തരം? ഞങ്ങളാണ് ഇന്ത്യയെ വളർത്തിയത്, ഇതിനു മുമ്പുള്ള സർക്കാർ ഇത്ര വളർത്താൻ പറ്റുമോ? ഞങ്ങളാണ് വളർത്തിയത്. വേറൊന്നും പറയുന്നില്ല. ഇന്ത്യ വളരുന്നു എല്ലാ മേഖലകളിലും എന്ന തോന്നലുണ്ടാവും. ചില കണക്കുകൾ മാത്രം പറയാം, ഒരുപാടുണ്ട്, ഒന്നോ രണ്ടോ എണ്ണം. ഒരു രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദാരിദ്ര്യം. രാജ്യം വളരുന്നു എന്ന് പറഞ്ഞാൽ പണം വളരുന്നു എന്നാണോ? ദാരിദ്ര്യം കുറയുന്നു എന്നാണോ? ഈ ഒരു ചർച്ച നടക്കുന്നില്ല. രാജ്യം വളരുമ്പോൾ പണം വലുതായി, പണത്തിന്റെ കണക്ക് കൃത്യം, ഒരു സംശയമില്ല അതിന്. GDP ജപ്പാന്റെ GDP-യേക്കാൾ അല്പം കൂടിയിട്ടുണ്ട്, ഗ്ലോബലി ആക്സെപ്റ്റഡ് ആണ്. ദാരിദ്ര്യം കുറയുകയാണോ പണം കൂടുകയാണോ? ഇതിലേതാ വേണ്ടത്? പണം കൂടണ്ട എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ദാരിദ്ര്യം കുറയണം. അത് അളക്കാനുള്ള അളവ് പോലാണ് ദാരിദ്ര്യ ഇൻഡെക്സ് എന്ന് പറയും. അത് ആഗോളതലത്തിൽ കണക്കാക്കപ്പെട്ടിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് ഉണ്ട്, ഗൂഗിളിൽ നോക്കിയാൽ കാണാം. അതിൽ 123 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ നിൽക്കുന്നത് 102ാമത്തെ സ്ഥാനത്താണ്. ഇവിടെയാണ് പരിഷത്ത് പറയും സന്തോഷത്തോടുകൂടിയല്ല രാജ്യം ഈ അവസ്ഥയിൽ നിൽക്കുന്നു എന്ന്, സന്തോഷത്തോടുകൂടിയല്ല, വേദനയോടെ. ഏറ്റവും സമ്പത്തുള്ള രാഷ്ട്രം, ഒരു സംശയമില്ല, ആലങ്കാരികമായി പറഞ്ഞതല്ല, ഏറ്റവും സമ്പത്തുള്ള രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അതിന്റെ വൈവിധ്യമാണ്. ജൈവ വൈവിധ്യമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതിൽ നിന്നാണ് എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. പ്രകൃതി നിലനിൽക്കുന്നത് തന്നെ വൈവിധ്യത്തിലൂടെയാണ്. പ്രകൃതിയുടെ ബേസ് വൈവിധ്യമാണ്. ആ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള അപൂർവം ചില രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അതാണ്, വൈവിധ്യം. ജനറ്റിക് ഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി, അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് ഇന്ത്യയിലാണെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം. രണ്ട്, ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അതിന്റെ ഊർജോത്പാദന ശേഷിയാണ്. സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ കിട്ടുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഊർജം ഉത്പാദിപ്പിക്കുന്ന മിനറൽസ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. തോറിയം എന്ന് പറയുന്ന മൂലകം ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ആ തോറിയത്തിൽ നിന്നും ഒരു മൂലകം പോലും മൂലകത്തിൽ നിന്ന് ഒരു മൂലകം പോലും ഊർജോത്പാദനത്തിന് ഉപയോഗിക്കരുത് എന്ന രീതിയിലാണ് ആണവ കരാറിൽ അമേരിക്ക ഇന്ത്യയെ കൊണ്ട് ഒപ്പിച്ചത് എന്ന് മനസ്സിലാക്കി ഇടതുപക്ഷമാണ് അന്ന് സപ്പോർട്ട് പിൻവലിച്ച് ഇറങ്ങിപ്പോകുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അത് മനസ്സിലായില്ല. എന്തിനാണ് അവ കരാറിൽ ഒപ്പിടിച്ചത്? ഇന്ത്യയുടെ പൊട്ടൻഷ്യലിനെ ഇല്ലാതാക്കുവാനുള്ള ഒരു കരാറായിരുന്നു. ഇറാന്റെ മുകളിൽ പ്രയോഗിക്കുന്നത് കാണാനില്ലേ? അത് പണ്ട് ഇന്ത്യ പ്രയോഗിച്ചപ്പോഴാണ് ഇടതുപക്ഷം ഇറങ്ങിപ്പോകുന്നത്. ആ കരാറിൽ ഇന്ത്യ ഒപ്പിട്ടു. ലോകത്തെ ഏറ്റവും കൂടുതൽ തോറിയമുള്ള രാജ്യങ്ങളൊന്ന് ഇന്ത്യയാണ്. കൃത്യമായി പറഞ്ഞ ഏറ്റവും കൂടുതൽ തോറിയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ തിരമാലകൾ ലഭിക്കുന്ന രാജ്യം ഇന്ത്യയാണ്.
ലോകത്ത് ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സുകളുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പർവ്വതങ്ങളും കുന്നുകളുമുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മാനവ വിഭവം, മനുഷ്യ വിഭവമുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യ വിഭവമുള്ള രാജ്യം ഇന്ത്യയാണ്. ജലവിഭവമുള്ള രാജ്യം ഇന്ത്യയാണ്. സൂര്യപ്രകാശം ലഭിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. വൈവിധ്യമുള്ള രാജ്യം ഇന്ത്യയാണ്. സാംസ്കാരിക പാരമ്പര്യമുള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും വലിയ സംസ്കാരത്തിനുടമ ഇന്ത്യയാണ്. ആ രാജ്യം ദാരിദ്ര്യത്തിൽ 102ാമത്തെ സ്ഥാനത്ത് നിൽക്കുകയാണ്. ആരാണ് ഉത്തരവാദി? ആരാണ് ഇത് ഉത്തരവാദി? ഇത് എക്സ്പോസ് ചെയ്യണം. അവിടെയാണ് പുതിയൊരു വികസന സങ്കല്പമാണ് പിന്നീട് പറയും. ഇത് തെറ്റാണ്. ഈ സാമ്പത്തിക നയങ്ങളും ഈ സാംസ്കാരിക നയങ്ങളും തെറ്റാണ്. അതിന്റെ ഫലമായിട്ടാണ് ഇത് ഇങ്ങനെ. എല്ലാ മേഖലയിലും ലോകത്തിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രം ദാരിദ്ര്യത്തിൽ ഏറ്റവും പുറകെ 123 രാജ്യങ്ങളുടെ പട്ടികയിലാണ്. 21 രാജ്യങ്ങൾ ഇന്ത്യക്ക് താഴെയുള്ളൂ. ബാക്കിയെല്ലാം ഇന്ത്യക്ക് മുകളിലാണ്. ശരി, മനുഷ്യ വിഭവത്തിന്റെ വികസനമാണ് യഥാർത്ഥ വികസനം എന്ന് പരിശുദ്ധന് പറയാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമ്പത്തിന്റെ വികസനമല്ല, വികസനത്തിന്റെ മുന്നിൽ ഒന്നാം സ്ഥാനം മനുഷ്യ വിഭവ വികസനത്തിനാകണം. മനുഷ്യ വിഭവ വികസനമാണ് വികസനം, പണത്തിന്റെ വളർച്ചയല്ല. അവിടെയാണ് വികസനത്തിന്റെ പുതിയ പരിപ്രേക്ഷ്യം നാം ഉരുത്തിരിച്ചെടുക്കേണ്ടത്. മനുഷ്യ വിഭവം അത് വികസിപ്പിക്കുക. ഓരോ മനുഷ്യന്റെയും സർഗശേഷിയെ പൂർണ്ണമായും വളർത്തുവാൻ, കായികശേഷിയെ പൂർണ്ണമായിട്ടും വളർത്തുവാൻ, ഒരു മനുഷ്യനുള്ള എന്തെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം ചക്രവാളം വരെ വളർത്തുവാൻ പറ്റുന്ന വിദ്യാഭ്യാസ രീതിയും തുടർ പ്രവർത്തനങ്ങളും ഉൽപാദന പ്രവർത്തനങ്ങളും ഉൽപാദന ബന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ മനുഷ്യ വിഭവ വികസനത്തിന്റെ സമഷ്ടി ഉണ്ടാകും. ആ മനുഷ്യ വിഭവ വികസനത്തിന്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥയിലാണ് വികസനം നടന്നു എന്ന് പറയാൻ പറ്റുക. അവിടെ നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നത്? ലോകത്തെ 4ാമത്തെ രാജ്യമായി വളരുന്നതെന്ന് ഈ രാജ്യം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ HDI റാങ്ക് ലിസ്റ്റ് എന്ന് അടിച്ചു നോക്കിയാൽ, ഗൂഗിൾ ഇപ്പൊ അടിച്ചു നോക്കിയാൽ കാണാം. ഇന്ത്യയുടെ സ്ഥാനം 132ാമത്തെയാണ്. ഇന്ത്യയുടെ സ്ഥാനം 132ാമത്തെയാണ്. ലോകത്തെ വിഭവത്തിൽ ഏറ്റവും കൂടുതൽ നമ്പർ 1 രാജ്യം മനുഷ്യ വിഭവത്തിൽ 132ാമത്തെ സ്ഥാനത്ത് നിൽക്കുകയാണ്. ആരാ ഉത്തരവാദി? നയങ്ങളാണ്, രാഷ്ട്രീയ നയങ്ങളാണ്, സാമ്പത്തിക നയങ്ങളാണ്, സാംസ്കാരിക നയങ്ങളാണ്. അവിടേക്ക് മനുഷ്യ മനസ്സിനെ കൊണ്ടുവരുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം. ആരാണ് ഉത്തരവാദി? ഇന്ത്യയിൽ ഓരോ മനുഷ്യനും പൊട്ടൻഷ്യൽ ഇല്ലാത്തതാണോ? നൈസർഗികമായി കഴിവില്ലാത്തതാണോ? അത് വികസിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ പഴയ ചാതുപൂർണ്ണ കാലഘട്ടം, തുടർന്നുള്ള ഫ്യൂഡൽ കാലഘട്ടം. കുറച്ചു പേരിൽ മാത്രം എല്ലാ ആശയങ്ങളും ഒതുങ്ങി നിന്ന് ഒരു സമൂഹത്തെ തളർത്തിയിട്ട ഒരു കാലത്ത് മനുഷ്യ വിഭവം വളർന്നില്ല. കൊളോണിയൽ കാലഘട്ടത്തിൽ ആവശ്യമുള്ള ചില കഴിവുകൾ മാത്രം കൊടുത്ത് ഒരു ചെറിയ പഠനം നടത്തി തൊഴിലാളികളെ മാത്രം, ജീവനക്കാരെ മാത്രം വളർത്തിയെടുത്ത ഒരു വിദ്യാഭ്യാസ പ്രക്രിയ ഉള്ളപ്പോൾ മനുഷ്യ വിഭവം വളർന്നില്ല. മനുഷ്യ വിഭവത്തിന്റെ വളർച്ചയ്ക്ക് ഒരു ജനാധിപത്യ അടിത്തറ വേണം. ജനാധിപത്യ യുക്തിയിലാണ് മനുഷ്യ വിഭവം വളരുക. മനുഷ്യനെ പോലെ കാണുന്ന, മനുഷ്യരെ പോലെ പരസ്പരം കാണുന്ന ഒരു മഹാസംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് മനുഷ്യ വിഭവത്തിന്റെ പൂർണ്ണത ഉണ്ടാവുക, മനുഷ്യ വിഭവ വികസനത്തിന്റെ പൂർണ്ണത ഉണ്ടാവുക. നമ്മൾ 132ാമത്തെ സ്ഥാനത്താണ്. അവിടെ കൊണ്ട് എത്തിച്ചവരാ പറയുന്നത് ഇന്ത്യ 4ാമത്തെ ആണ് എന്ന്. പണത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് സമ്പത്തിന് ഉത്പാദനം. ഒരെണ്ണം കൂടി പറയാം, ഇനി ഇഷ്ടംപോലെ ഉണ്ട്. കാലാവസ്ഥ വ്യതിയാനം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പാരിസ്ഥിതിക ഇൻഡെക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിസ്ഥിതി സന്തുലനം നിലനിർത്താൻ പറ്റുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ്. ഈ ബയോഡൈവേഴ്സിറ്റി ഡെൻസിറ്റി നോക്കിയാൽ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ചെറു രാജ്യങ്ങളൊക്കെ കാണാം, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ പരിസ്ഥിതി സന്തുലനം എന്ന ശാസ്ത്രീയമായ ആശയം
വളർത്തിയെടുക്കാനും പുഷ്കലമാക്കാനും പറ്റുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. അത്ര കണ്ട് വെള്ളവും അത്ര കണ്ട് ഭൂമിയും മറ്റ് ജീവജാലങ്ങളും സസ്യവും പർവ്വതങ്ങളും ഇതൊക്കെയുള്ള ഇന്ത്യ പാരിസ്ഥിതിക സന്തുലനം വളർത്തിയെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ രാജ്യമാണ്. ആ രാജ്യം പാരിസ്ഥിതിക ഇൻഡെക്സിൽ എവിടെയാന്ന് കിടന്നറിയോ? 180 രാജ്യങ്ങളുടെ പട്ടികയിൽ 181 അല്ല എന്നുള്ള സന്തോഷമുണ്ട്. അതിൻ്റെ അർത്ഥം 180. ലോകത്തെ 4ാമത്തെ രാജ്യമായി വളരുന്നു പറഞ്ഞ ഇന്ത്യ പാരിസ്ഥിതിക ഇൻഡെക്സ് 180 സ്ഥാനത്ത് നിൽക്കുക. 180. പറയാൻ നമുക്ക് വിഷമല്ലേ, കേൾക്കാൻ വിഷമല്ലേ? ആരാണ് ഉത്തരവാദി? നമ്മുടെ സാമ്പത്തിക നയങ്ങളും നമ്മുടെ സാംസ്കാരിക നയങ്ങളും. ഇത് പുറത്തു കാണിക്കാതെ ഇന്ത്യയെ യഥാർത്ഥ വികസനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഞാൻ 2-3 കണക്കെ പറഞ്ഞു, ഇഷ്ടംപോലെ ഇനിയും ഉണ്ട്. അതെല്ലാം ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയെ പഠിച്ച് ഉണ്ടാക്കിയ കണക്കുകളാണ്, ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ട കണക്കുകളാണ് എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ 4ാമതായിട്ട് വളരുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന പിറകിലേക്ക് പോകുന്ന ഘടകങ്ങളെല്ലാം മറച്ചു വെച്ച് സമ്പത്തിന്റെ ഉൽപാദനം കൂടിയിട്ടുണ്ട് എന്ന് കാണിക്കാനാണ്. ശരി, അതെങ്കിലും ഉണ്ടല്ലോ. അതുള്ള വസ്തുത അതെന്താ? ഇന്ത്യയുടെ സമ്പത്ത് വളരെ ചുരുക്കം പേരിലേക്ക് ധ്രുവീകരിച്ചു കൊണ്ടിരിക്കുക. സ്റ്റിഗ്ലിറ്റ്സ്, അതിനു വേണ്ടി ആദ്യ പുസ്തകം പറഞ്ഞു, സ്റ്റിഗ്ലിറ്റ്സിന്റെ പുസ്തകം വായിച്ചു നോക്കാം. ഇന്ത്യയുടെ ആകെ സമ്പത്തിന്റെ 4.86%, ഇന്ത്യയുടെ ആകെ സമ്പത്തിന്റെ 4.86% 2 വ്യക്തികളുടെ കൈവശമാണ്. 2 വ്യക്തികളുടെ കൈവശം. ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യൻ, അതായത് താഴെ തട്ടിലുള്ള 50% വരുന്ന മനുഷ്യന്റെ കയ്യിലുള്ള ആകെ സ്വത്ത് ഇന്ത്യയുടെ ആകെ സ്വത്തിന്റെ 3%. 50% വരുന്ന ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യരുടെ സ്വത്തിനേക്കാൾ സ്വത്ത് 2 വൻ മുതലാളിമാരുടെ കൈവശമുണ്ട് എന്നർത്ഥം. ആ 2 മുതലാളിമാരുടെ സ്വത്തും ബാക്കിയുള്ള മനുഷ്യരുടെ സ്വത്തും ചേർന്നതാണ് ആകെയുള്ള സ്വത്ത്. ആ സ്വത്ത് വളരുന്നുണ്ട് എന്നാ പറയുന്നത്. ഇന്ത്യയിലെ ധനികരുടെ സമ്പത്ത് വളരുന്നു. അങ്ങനെ ധനികരുടെ സമ്പത്ത് വളരുമ്പോഴും ഇന്ത്യൻ ഭരണകൂടം ചെയ്യുന്ന ഏറ്റവും അപകടകരമായ ഒരു കാര്യം, ആ സമ്പന്നരുടെ കയ്യിൽ നിന്ന് സർക്കാരിലേക്ക് വരേണ്ട ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് 30% ഉണ്ടായിരുന്നത് 22% കുറച്ചു. ഒരു ഭാഗത്ത് പണം കുന്നുകൊടുക്കുമ്പോൾ അത് താഴേക്ക് കൊടുക്കുന്നത് ഈ ടാക്സിലൂടെയാണ് എന്ന് കുറെയെങ്കിലും അത് 30% ആയിരുന്നു 22%, 22% കുറച്ചു. അവ ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾ കൊണ്ടാണ്, തെറ്റായ സാംസ്കാരിക നയങ്ങൾ കൊണ്ടാണ് ഇന്ത്യ സ്ഥിതിയിലെത്തിയത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് വികസന സങ്കല്പത്തിന് ഒരു മാറ്റം ഉണ്ടാകണം. വികസനത്തിന്റെ ആദ്യ ലക്ഷ്യം സമ്പത്ത് മാത്രമാകരുത്. പഞ്ചായത്തുകളുടെ ഗ്രാമസഭകൾ ചേരാൻ പോകുന്നു. മനുഷ്യർക്ക് ഇടം കിട്ടില്ല എങ്കിൽ വികസനം എന്ന വാക്ക് കേട്ടാൽ ഉടനെ മനസ്സിൽ റോഡും പാലവും കെട്ടിടവും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും മാത്രമാണ്. അതാണ് വികസനം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. അത് വേണ്ട എന്ന പരിഷത്തല്ല, ആരും പറയില്ല. പക്ഷേ അതോടൊപ്പം മനുഷ്യ വികസനത്തിന് ഫോക്കസ് ഉണ്ടാവണം, മാനവികതയുടെ വളർച്ചയ്ക്ക് ഫോക്കസ് ഉണ്ടാവണം. ആ വളർച്ച ഉണ്ടാകുന്നുണ്ട് എന്ന് അളക്കാനുള്ള ഡിവൈസുകൾ ഉണ്ടാവണം, ടൂളുകൾ ഉണ്ടാവണം. ഇന്നതില്ല. ആ മനുഷ്യ വികസനത്തിന്റെ എല്ലാ തലങ്ങളും വളർത്തിയെടുക്കണമെങ്കിൽ വിദ്യാഭ്യാസം ആ രീതിയിൽ വേണം. ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്ന ആധുനിക വിദ്യാഭ്യാസ രീതി, വിമർശനാത്മക ബോധനശാസ്ത്രം എന്ന് പറയുന്ന ആധുനിക വിദ്യാഭ്യാസ രീതിയിലൂടെ മനുഷ്യന്റെ ബ്രെയിനിനെ വളർത്തുവാനുള്ള ശ്രമം കൊണ്ടിടത്ത്
യഥാർത്ഥ വളർച്ച ഉണ്ടാകും. KS-ന്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ വളർച്ചയും വികസനവും രണ്ടും രണ്ടാണ്. വികസനം എന്നൊരു സമഗ്രമാണ്. മനുഷ്യന്റെ എല്ലാ കവിളുകളുടെയും വളർച്ച. പണ്ട് ഫ്യൂഡൽ കാലഘട്ടത്തിലും കൊളോണിയൽ കാലഘട്ടത്തിലും കുറച്ച് സമ്പത്തൊക്കെ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ജനാധിപത്യ രാഷ്ട്രമായി മാറിയ ഇന്ത്യയിൽ എല്ലാവരുടെയും സമസ്ത സാധ്യതകളും വളരണം. ആ വളർച്ച ലക്ഷ്യമിട്ട പദ്ധതികളെയാണ് വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ എന്ന് പറയാൻ കഴിയുള്ളൂ. അതിലൊന്ന് നമ്പർ 1 വിദ്യാഭ്യാസം തന്നെയാണ്. ആ വിദ്യാഭ്യാസത്തെയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ ഇന്ന് വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. വരേണ്യ യുക്തിയിലേക്ക് രാജ്യം അടുക്കുകയാണ്. പുതിയ സാമ്പത്തിക നയത്തിലൂടെ ഇന്ത്യയെ വരേണ്യ യുക്തിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബോധപൂർവമാണ്. സമ്പത്തെല്ലാം ചിലരുടെ കൈകളിലേക്ക് എത്തിച്ച് വരേണ്യ യുക്തിയാധിഷ്ഠിത സംസ്കാരവും ഉണ്ടാക്കിയാൽ ഫ്യൂഡൽ കാലഘട്ടം തിരിച്ചു വരും. ഫ്യൂഡൽ വ്യവസ്ഥ ഇന്ത്യയിലേക്ക് വരാൻ ഫാസിസ്റ്റ് ശക്തികൾ വഴിയൊരുക്കുകയാണ്. ഇതൊരു പുതിയ ആശയമല്ല. യാനിസ് വാറൂഫാക്കിസ് എന്ന് പറയുന്ന ഒരാൾ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ക്യാപിറ്റലിസം എന്നാണ്. അത് നമ്മൾ അത്ഭുതം ഹെഡിങ് കേട്ടാ. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് ക്യാപിറ്റലിസം വാട്ട് കിൽഡ് ഫ്യൂഡലിസം എന്നാണ്. ഫ്യൂഡലിസത്തെ ഇല്ലാതാക്കിയത് ക്യാപിറ്റലിസമാണ്. അതാണ് നമ്മൾ ഇതുവരെ കരിച്ചു വെച്ചത്. ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് കേൾക്കുമോ? എന്താ? ഫ്യൂഡലിസം, ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ക്യാപിറ്റലിസം എന്നാണ്. ലോകത്ത് വരുന്ന പുതിയ മാറ്റമാണ്. ഫ്യൂഡൽ കോൺസെപ്റ്റിലേക്ക് പോവാണ് തിരിച്ച്. അങ്ങനെ ഫ്യൂഡൽ കോൺസെപ്റ്റിലേക്ക് പോകുന്നു എന്ന് യാനിസ് വാറൂഫാക്കിസ് പറയുന്നത് പഴയ ഫ്യൂഡൽ പ്രഭുക്കൾ തിരിച്ചു വരുന്നു എന്ന് അല്ല, പഴയ രീതിയിൽ തിരിച്ചു വരുന്നു എന്നല്ല. ഈ കോഴിക്കോട്ടെ ഭൂമിയെല്ലാം 1 or 2 പ്രഭുക്കന്മാരുടെ കൈകളിലാണ്, ബാക്കിയുള്ളവരൊക്കെ അത് പണിയെടുക്കുന്നവരാണ് എന്ന പഴയ ക്ലാസിക്കൽ കോൺസെപ്റ്റ് വിട്ട് ഇന്ന് WWW പോലെ വേൾഡ് വൈഡ് നെറ്റ്വർക്ക് പോലെ സൈബർ ഇടങ്ങളും ലോകത്ത് മുഴുവൻ വളർന്നു വരും. ഭൂമിക്ക് പാരലായി സൈബർ ഇടങ്ങൾ, പാരലൽ എന്നൊക്കെ പറയാൻ പാടുമോ എന്നറിയില്ല. ഇങ്ങനെ ആ സൈബർ ഇടങ്ങൾ ഭൂമി പണ്ട് എന്റെ ആയിരുന്നു എന്ന് പറയുന്നത് പോലെ കുറച്ച് കോർപ്പറേറ്റ്സിന്റെ മാത്രമായിട്ട് മാറുന്നുണ്ട്. ആധുനിക കാലത്ത് ഉണ്ടാകുന്ന പുതിയ പുതിയ സങ്കേതങ്ങൾ, സൈബർ ഇടങ്ങൾ അടക്കമുള്ളത് 2 or 3 വൻ കോർപ്പറേറ്റുകളുടെ സ്വന്തമായിട്ട് മാറുമ്പോൾ ഉൽപാദനത്തിനും വിതരണത്തിനും ബാക്കി എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന ഈ പുതിയ ആധുനിക ഭൂമി എന്ന് പറഞ്ഞ ഇൻവെർട്ട് കോമയിലാണ് ആ സമ്പത്ത് ചിലരുടെ മാത്രം സ്വന്തമായിട്ട് മാറുക. പണ്ട് ഭൂമി പാവപ്പെട്ടവർക്ക് വാടകയ്ക്ക് കൊടുത്ത് പണിതോളൂ, തിരിച്ച് പാട്ടം തന്നാ മതി എന്ന് പറയുന്നത് പോലെ അതേ പ്രക്രിയ ഇന്ന് ഈ സൈബർ ഇടങ്ങളിൽ നടന്നു വരികയാണ്. അത് പാട്ടത്തിന് കൊടുക്കുക, അതിൽ നിന്ന് വാടക കിട്ടുക, അങ്ങനെ അതേ ഫ്യൂഡൽ രീതിയിൽ പുതിയ തരത്തിൽ ഇന്ന് സമ്പദ് വ്യവസ്ഥ ചലിക്കുകയാണ്. അതുകൊണ്ട് യാനിസ് വാറൂഫാക്കിസ് പറയുന്നത് നമ്മൾ പഴയ ഫ്യൂഡൽ കോൺസെപ്റ്റിലേക്ക് പോവാണ്, സങ്കല്പത്തിലേക്ക് പോവാണ്. അത് പുതിയ സൈബർ ഇടങ്ങൾ വഴിയാണ്. ടെക്നോ ഫ്യൂഡലിസം ക്യാപിറ്റലിസം എന്താ പറയുക, ക്യാപിറ്റലിസത്തെ ഇല്ലാതാക്കുക. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചുപോക്ക് പോകുന്ന സമയത്ത് ആ കാലത്ത് അധികാര വികേന്ദ്രീകരണത്തിലൂടെ അല്ലാതെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. അവിടെ ഈ പറയുന്ന അപകടങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് വികസനം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് സമൂഹത്തെ ഒന്നുകൂടി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഫോക്കസ് അതാണ്. അവിടെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് മനുഷ്യ വികസനമാണ് വികസനത്തിന്റെ അടിത്തറ. അത് അളന്നുകൊണ്ടുള്ള വികസന അളവേ ഇനി പാടുള്ളൂ. ആ പെട്ടിയൊക്കെ എവിടെ പോയി കിടക്കും എന്ന് നമുക്ക് ഓർക്കാം. അങ്ങനെ പോകുന്നതിൽ സന്തോഷമല്ല, പോകരുതേ എന്ന് ആഗ്രഹമുണ്ട്. പോകണമെങ്കിൽ നമ്മുടെ ഭരണത്തിന്റെ ദിശ മാറണം, രാഷ്ട്രീയ ചിന്തകൾ മാറണം, ദിശാബോധം ഉണ്ടാകണം. അങ്ങനെ പല മാറ്റങ്ങളും വേണം. അങ്ങനെ നമ്മുടെ മനുഷ്യ ശേഷിയുടെ വികസനം മാത്രമല്ല, പാരിസ്ഥിതിക ബോധത്തിലുള്ള മാറ്റം,
അത് വികസനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പോരാ, ശാസ്ത്രബോധത്തിലുള്ള വളർച്ച. ഇതൊക്കെ വികസനത്തെ അളക്കാനുള്ള അളവ് പോലും ഉണ്ടോ? എനിക്കറിയില്ല, ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കുഞ്ഞുകടമാഷയ്ക്ക് എനിക്കറിയില്ല. അത് അളക്കുന്ന അളവ് പോലെ ശാസ്ത്രബോധം വളർന്നുകൊണ്ട് ഇവിടെ വികസനം ഉണ്ട് എന്ന് പറയുന്ന രീതിശാസ്ത്രം ഉണ്ടോ മാഷെ? കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടത് അന്ധവിശ്വാസമുള്ളൊരു സമൂഹം പണമുണ്ടായി എന്ന് പറഞ്ഞ് വികസിതമായി. വികസനമാണ് അന്ധവിശ്വാസമില്ലാത്തൊരു സമൂഹം. ശാസ്ത്രബോധം, അത് രണ്ടും പരസ്പരം. ശാസ്ത്രബോധം ഉണ്ടാവുമ്പോഴാണ് അന്ധവിശ്വാസം ഇല്ലാതാവുക. ആ വളർച്ച അത് അളക്കാൻ അളവുപോലും ഉണ്ടാവണം. പരിസ്ഥിതിയിലുള്ള നാശം അത് അളക്കാൻ അളവുപോലും ഉണ്ടാവണം. മനുഷ്യ വികസനത്തിലുള്ള വളർച്ച അത് അളക്കാൻ അളവുപോലും ഉണ്ടാവണം. സമ്പത്തിന്റെ വളർച്ച അത് അളക്കാൻ ഇപ്പോൾ അളവുപോലും ഉണ്ട്. ഭൗതിക മേഖലകളിലുള്ള വളർച്ച അത് അളക്കാൻ അളവുപോലും ഉണ്ട്. ഇന്നുള്ള അളവുകോലുകളെല്ലാം മാറ്റണം. സാമ്പ്രദായികമായ അളവുകോലുകൾ ഉപയോഗിച്ച് ആധുനിക വികസനത്തെ അളക്കാൻ കഴിയില്ല. സാമ്പ്രദായികമായ അളവുകോലുകൾ നിശ്ചയിച്ചിട്ടുള്ളത് മുതലാളിത്തമാണ്, ഫ്യൂഡലിസമാണ്. അതുകൊണ്ട് ആധുനിക വികസനം എന്ന് പറയുന്നത്, മാനവികതയെ ഉൾക്കൊണ്ട വികസനം എന്ന് പറയുന്നത് പുതിയ ഒരു സങ്കല്പമാകണം, പുതിയൊരു തലമാകണം. അത് അളക്കാൻ പുതിയ അളവുകോലുകളുണ്ടാവും. ഇപ്പൊ കേരളത്തിന്റെ വിദ്യാഭ്യാസം, കേരളത്തിൽ 2016 ശേഷം നടക്കുന്ന ആധുനിക വിദ്യാഭ്യാസമാണ്. വിശദീകരിക്കുന്നില്ല. ആധുനിക വിദ്യാഭ്യാസം, പുരോഗമന വിദ്യാഭ്യാസം, അതിനെ അളക്കുന്നത് പഴയ വിദ്യാഭ്യാസത്തിന്റെ അളവുകോൽ ഉപയോഗിച്ചാണ്. സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിന്റെ അളവുകോലുകൾ ഉപയോഗിച്ച് ആധുനിക വിദ്യാഭ്യാസത്തെ അളക്കാൻ പറ്റില്ല. എങ്ങനെ വരുന്നത്? അതാണ് പലരും കേരളത്തിൽ നടക്കില്ല, ഇത് നടക്കില്ല, ഇത് ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല. പറയാനൊക്കെ നിങ്ങളുടെ മനസ്സിലെല്ലാം ഉണ്ട്. ഒന്ന് സൂക്ഷ്മമായി പഠിച്ചോളൂ. അത് അവരങ്ങനെ പറയുന്നത് പഴയ വിദ്യാഭ്യാസത്തിന്റെ അളവുകോലുകൾ ഉപയോഗിച്ച് ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസത്തെ അളന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസത്തെ അളക്കാൻ പുതിയ അളവുകോല് വേണം. കാരണം അത് പുരോഗമന വിദ്യാഭ്യാസം. പണ്ട് നമ്മുടെ ബ്രെയിനിനെ വളർത്താൻ ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല. അതിനിങ്ങനെ അടക്കി ഒതുക്കി, എന്താണ് അതിന്റെ ആ പെഡഗോജിയുടെ പേര് തന്നെ ഉണ്ടല്ലോ, കേട്ടിയാറ്, മറ്റേ ഔട്ട്കം ബേസ്ഡ് അല്ലേ? എന്താണ് ഔട്ട്കം ബേസ്ഡ് അല്ലേ പ്രസാദ്? ഔട്ട്കം ബേസ്ഡ് ഇത്രയും മതി എന്നുള്ളതാണ് കൊളോണിയൽ പെഡഗോജി. ജ്ഞാനമണ്ഡലത്തിലേക്കൊന്നും ഇന്ത്യയിൽ ജ്ഞാനം എന്നൊക്കെ തലം വരണ്ട. ജ്ഞാനമണ്ഡലത്തിലേക്ക് ഇന്ത്യയുടെ ജ്ഞാനമണ്ഡലം വരുമൊന്നും വേണ്ട. ഞങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം അത് വളർത്താൻ മതി. കണ്ടെയ്ൻ ചെയ്യണം. അതാണ് പെഡഗോജി. അത് മാറി ക്രിറ്റിക്കൽ പെഡഗോജി വരുന്നു, ടെക്നോളജിക്കൽ പെഡഗോജി വരുന്നു. വലിയ മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടാവും. ബ്രെയിനിനെ ചക്രവാളം വരെ വളർത്താനുള്ള ഇടപെടലാ വരുന്നു. കേരള ജനതയുടെ മുഴുവൻ ബ്രെയിൻ സാധ്യതകളെ നൈസർഗികമായി വളർത്തിയാൽ കേരളത്തിന്റെ ജ്ഞാനമണ്ഡലം എവിടെയാകും എന്ന് ആലോചിച്ചുകൊണ്ടോ? ആ ജ്ഞാനമണ്ഡലത്തെ സാങ്കല്പികമൊന്നും അല്ലാതെ സാധ്യമായ ആ ജ്ഞാനമണ്ഡലത്തെയാണ് ജ്ഞാനസമൂഹം എന്ന് പറയുന്നത്. നോളജ് ഇക്കോണമിയിൽ അറിവ് കേന്ദ്രീകരിക്കപ്പെടുന്നു, കുത്തകയാക്കപ്പെടുന്നു. കേരളത്തിൽ അറിവ് പൊതുവിദ്യാഭ്യാസത്തിലൂടെ ജനകീയവൽക്കരിക്കപ്പെടുന്നു. ഗ്ലോബലി അത് കേന്ദ്രീകരിക്കപ്പെടുന്നു. കേരളത്തിൽ വിദ്യാഭ്യാസം പൊതുരംഗത്തായതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജ്ഞാനം സമൂഹത്തിൽ വിതരണം ചെയ്യപ്പെടുന്നു. സമൂഹത്തിൽ ജ്ഞാനം വിതരണം ചെയ്യപ്പെടുമ്പോൾ ആ ജ്ഞാനം ജനകീയമാകുന്നു, എല്ലാവരുടേതുമാകുന്നു. അവരും ജ്ഞാനോത്പാദകരായിട്ട് മാറാനുള്ള അവസ്ഥയുണ്ടാകുന്നു. ഒരു സമൂഹം മുഴുവൻ ജ്ഞാനോത്പാദനത്തിന് ശേഷിയുള്ള അവസ്ഥയെയാണ് ജ്ഞാന സമൂഹം എന്ന് പറയുന്നത്. എന്താ സാക്ഷര സമൂഹം? എന്താ സാക്ഷര സമൂഹം? എല്ലാവരും സാക്ഷരരാകുന്ന അവസ്ഥയാണ് സാക്ഷര സമൂഹം. എന്താ ജ്ഞാന സമൂഹം? എല്ലാവരും ജ്ഞാനോത്പാദകരായിട്ട് മാറാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും PhD എടുത്ത് ഇങ്ങനെ, അതല്ല എൻ്റെ അർത്ഥം.
അവനവന്റെ മേഖലയിൽ ജ്ഞാനം ഉത്പാദിപ്പിക്കാൻ, ജ്ഞാനതലത്തിൽ ജ്ഞാനോത്പാദനത്തിന് സാധ്യത ഉണ്ടാക്കാൻ ഒരു തലമുറ മുഴുവൻ ജ്ഞാനോത്പാദനത്തിന് തയ്യാറാവുന്ന ഘട്ടത്തെയാണ് ജ്ഞാന സമൂഹം എന്ന് വിളിക്കുന്നത്. ഇതല്ല ആഗോള ജ്ഞാന സമൂഹ ചിന്ത. ആ കേരളത്തിൽ ഈ പറയുന്ന ഒരു ജ്ഞാന സമൂഹത്തിലേക്ക് വരും. അതാണ് നവകേരളം. അതാണ് ഈ നവകേരളം. മാനവ വിഭവത്തിന്റെ വികസനം പൂർണ്ണമാകുന്ന ഒരവസ്ഥയാണ് നവകേരളം. അതിൽ കെട്ടറും വാറുകളൊക്കെ അതിനാവശ്യമുണ്ടാവും. മനുഷ്യവിഭവത്തിന്റെ വികസനവും വികസനത്തിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറും രണ്ടാണ്. ഇൻഫ്രാസ്ട്രക്ചർ കുറെ, മനുഷ്യ വികസനം ഇല്ല. മനുഷ്യ വികസനം പൂർണ്ണമാകണം. ആ പശ്ചാത്തലത്തിൽ അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാവണം. അതാണ് വികസനം. ആ രീതിയിൽ വികസനത്തെ മാറ്റിയെടുക്കാൻ വികേന്ദ്രീകൃത വികസന പരിപാടികളിലൂടെ കഴിയൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് വികസനത്തിന് പുതിയൊരു നിർവചനം ഉണ്ടാവണം. സുസ്ഥിര വികസനത്തിന് പുതിയൊരു നിർവചനം ഉണ്ടാവണം. 1, ഉൽപാദനത്തിന്റെ വർധനവ്. 2, സമ്പത്തിന്റെ നീതിപൂർവകമായ വിതരണം. 3, പരിസ്ഥിതിയുടെ സന്തുലനം അല്ലെങ്കിൽ സന്തുലിതമായ പരിസ്ഥിതി. 4, സാംസ്കാരികമായ ഇടപെടലിലൂടെ ഉണ്ടാകുന്ന സാമൂഹിക സ്വസ്ഥത. ഇവിടെ സംസ്കാരത്തിന് വലിയ പ്രസക്തിയുണ്ട്. മതനിരപേക്ഷ സംസ്കാരം. മതനിരപേക്ഷ സംസ്കാരമില്ലാത്ത സമൂഹത്തിൽ സമ്പത്തുണ്ടായിട്ട് എങ്ങനെ വികസനമാവുന്നത്? മനുഷ്യനായി കാണാത്തൊരു സമൂഹത്തിൽ കുറെ സമ്പത്തുണ്ടായി വികസിതമായി എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പഠിപ്പിച്ചു നോക്കൂ. പറ്റില്ല എന്നതിനെ ചിന്തിക്കുന്നവരൊക്കെ ഉത്തരം പറയാൻ. അതാണ് വികസനത്തിന്റെ മാറ്റം. അതാണ് രാഷ്ട്രീയ മാറ്റം. അതാണ് ചിന്താ ദിശയിലുള്ള മാറ്റം. നിങ്ങളുടെ സംസ്കാരം പൂർണ്ണമായിട്ടും വർഗീയമാണ്. നിങ്ങൾ കുറെ പണമുണ്ടാക്കി വികസിത രാജ്യമായോ ചോദിച്ചു നോക്കൂ. ചിന്തിക്കുന്ന എല്ലാവരും ആയിട്ടില്ല. പക്ഷേ ഇന്നത്തെ വികസനം അളവുപോലും അത് പ്രതിഫലിക്കുന്നില്ല. അതുകൊണ്ട് മതനിരപേക്ഷമായ സംസ്കാരം, പാരിസ്ഥിതിക ബോധം, അന്ധവിശ്വാസമില്ലാത്ത ശാസ്ത്രബോധത്തിന്റെ അവസ്ഥ, മനുഷ്യന്റെ സമസ്ത കഴിവുകളുടെയും വളർച്ച, അങ്ങനെ മനുഷ്യ വികസനത്തിൽ സമ്പൂർണമായൊരവസ്ഥ. ഈ വളർച്ചയ്ക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ, ഈ വളർച്ചയുടെ നിലനിൽപ്പിന് ആവശ്യമായ ഉത്പാദന മേഖല, അതിലൂടെ ഉണ്ടാക്കുന്ന സമ്പത്ത്, ആ സമ്പത്തിന്റെ മൊത്തമായിട്ടുള്ള അവസ്ഥ, ഇതെല്ലാം ചേരുമ്പോഴാണ് വികസനമായി എന്ന് പറയാൻ കഴിയുക. സുസ്ഥിര വികസനം എന്ന് പറയുന്നത് അതാണ്. അത് പണ്ട് പരിഷത്ത് പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെയാണ്. പക്ഷെ വർത്തമാനകാല പ്രശ്നങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വരുന്ന പഞ്ചായത്തുകളെ അത് പഠിപ്പിച്ച് കേരളത്തിന്റെ വികസന സങ്കല്പത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അഭിവാദ്യം.